ബിഗ് ബോസ്, റിയാസ് സലീം, ലക്ഷ്മി ചിലതൊക്കെ പറയാനുള്ളത് റിയാസിനോട് തന്നെയാണ്. ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഒറ്റ വീഡിയോ ചെയ്തിട്ടില്ല. ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ വീഡിയോ ആണ്. ഇനി അങ്ങോട്ട് പറഞ്ഞു തന്നെ പോകാനാണ് തീരുമാനം. റിയാസ് ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ട് ഹ്യൂമാനിറ്റിയെ പറ്റിയും മനുഷ്യത്വത്തെ പറ്റിയും ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. നീ ആരാണ് റിയാസെ മനുഷ്യത്വത്തെ പറ്റി ക്ലാസ് എടുക്കാൻ? നിനക്ക് എന്ത് യോഗ്യതയാണ് റിയാസെ ഉള്ളത്? ഈ കഴിഞ്ഞ കാലങ്ങളിൽ നീ പറഞ്ഞതും നീ ചെയ്തു കൂട്ടിയതും ഒക്കെ മനുഷ്യത്വമുള്ളതാണോ? നീ അന്ധത ബാധിച്ച അല്ലെങ്കിൽ അങ്ങേയറ്റം ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരുത്തനാണ്. അതിൻ്റെ എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞുതരാം. നീ ഒരു വർഷത്തിനുള്ളിൽ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. അഭിഷേക് ശ്രീകുമാറിനൊപ്പം അൻസിബ ഹസൻ ഫോട്ടോ എടുത്തപ്പം ഫെമിനിസ്റ്റ് എന്ന് വാദിക്കുന്ന നീ അൻസിബ ഹസനെ വിളിച്ചത് എന്താണ്? തെരുവ് പട്ടിയോട് ഉപമിക്കുകയാണ് നീ ചെയ്തത്. 2, മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഈ തൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു എന്നുള്ള പേരിൽ ആര്യബഡായിയെ നീ ഉപമിച്ചത് എങ്ങനെയാണ്? 3, ഈ വേദലക്ഷ്മി എന്ന് പറയുന്ന ആൾ ബിഗ് ബോസിലേക്ക് പോയ ശേഷം അവിടെ അദ്ദേഹത്തിൻ്റെ നിലപാട്, നിനക്ക് നിലപാട് പറയാൻ അവകാശമുള്ളതുപോലെ ബാക്കിയുള്ളവർക്കുമുണ്ട് റിയാസെ. അങ്ങനെ വേദലക്ഷ്മി സ്വന്തം അഭിപ്രായം പറഞ്ഞ സമയത്ത് നീ അറ്റാക്ക് ചെയ്ത ആരാണ്? വേദലക്ഷ്മിയുടെ മകനെ അല്ലെങ്കിൽ വേദലക്ഷ്മിയുടെ മകളെ, എനിക്കറിയില്ല. ആ കുട്ടിയെ നീ പ്രാകുകയാണ് ചെയ്തത്. നിനക്കാണോ റിയാസെ ഹ്യൂമാനിറ്റി ഉള്ളത്? പിന്നെ റിയാസെ, നിനക്ക് ഒരു ചർച്ച ചെയ്യാൻ നീ ഹൗസിലോട്ട് കയറിയ ശേഷം നീ സംസാരിക്കും. നിന്റെ 2 നിലപാടുകൾ. നീ ആദ്യം പറയുന്നു എനിക്ക് ഇങ്ങനെയുള്ളവരോട് സംസാരിക്കാനൊന്നും താല്പര്യമില്ല. അതിനുശേഷം നീ പറയുന്നു ലക്ഷ്മിക്കൊന്നും അറിയില്ല എന്നൊക്കെ. നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? പിന്നെ നിനക്ക് ഗെയിമും അറിയില്ല റിയാസ്. നീ അവിടെ പോയിട്ട് എന്താ കാണിച്ച്? നിന്നെ ഒരു ഹോട്ടൽ ടാസ്കിന് വിട്ടതാണ്. നീ അവിടെ പോയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ലക്ഷ്മിയെ ഹീറോ ആക്കി മാറ്റിയിരിക്കുന്നു. നീ തന്നെ അവിടെ പോയിട്ട് ലക്ഷ്മിയെ അനാവശ്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഫെമിനിസ്റ്റ് എന്ന് വാദിക്കുന്ന ഒരുത്തനാണ്. പിന്നെ നിനക്ക് ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തനാണ്. ആ റോബിൻ്റെ സീസണിൽ നീ വന്ന് നീ ഗെയിം പ്ലെയർ എന്നുള്ള രീതിയിൽ നീ അത്യാവശ്യം മികച്ചതായിട്ട് തന്നെ കളിച്ചു. പക്ഷെ നിന്റെ ചിന്താഗതി അങ്ങേയറ്റം ഇടുങ്ങിയതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ ഇന്ന് തന്നെ എത്ര വട്ടം ലക്ഷ്മി എത്ര മനോഹരമായിട്ടാണ് ഗെയിം കളിച്ചത്. ലക്ഷ്മി എത്ര സുന്ദരമായിട്ടാണ് ഗെയിം കളിച്ചത്. റിയാസിനെ പോലെ ബിഗ് ബോസിൽ ഏറ്റവും നന്നായിട്ട് ട്രിഗർ ചെയ്യുന്ന എന്നുള്ള പേര് കേട്ടിട്ടുള്ള ഒരാളെ, അങ്ങനെ ഒരാളെ എത്ര കൂളായിട്ട് എടുത്ത് കണ്ടത്തിൽ കളയുക. ഒന്ന് ചൂടാവാതെ, ഒന്ന് ദേഷ്യം വരാതെ, ഈ നിമിഷം വരെ കൂളായിട്ട് റിയാസിന് കൊടുക്കുന്ന മറുപടികൾ റിയാസിന് അങ്ങേറ്റം അർഹിക്കുന്ന മറുപടികളാണ്. പിന്നെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള നീ ആരെങ്കിലുമായിട്ട് നീ ഒരു പരസ്യ സംവാദത്തിന് റെഡിയാണ് റിയാസ്. നീയുമായിട്ട് ഞാൻ പരസ്യ സംവാദത്തിന് നീ പറയുന്ന ചാനലിൻ്റെ മുമ്പിൽ നീയുമായിട്ട് ഞാൻ തർക്കിക്കാൻ തയ്യാറാണ്. നീ അതിന് തയ്യാറുണ്ടോ? പിന്നെ ഇവിടെ ആർക്ക് ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെയും ഒക്കെ അവർക്ക് ഹേറ്റ് സമ്പാദിച്ചു കൊടുക്കുക നിന്നെപ്പോലെയുള്ളവരാണ്. നിൻ്റെ ഒറ്റ ദിവസത്തെ എൻട്രി കൊണ്ട് പോസിറ്റീവായിട്ട് നിന്ന ആദിലയും നൂറയും നെഗറ്റീവായിട്ട് മാറുകയാണ്. നിൻ്റെ ഒറ്റ ദിവസത്തെ എൻട്രി കൊണ്ട് ലക്ഷ്മി എന്ന് പറയുന്ന അത്യാവശ്യം നെഗറ്റീവായിട്ട് നിന്ന ലക്ഷ്മി പോസിറ്റീവായിട്ട് മാറുകയാണ്. അതാണ് റിയാസ്. നിനക്ക് ഗെയിം അറിയില്ല. ഇപ്പോഴും നീ കളിക്കുന്ന കളി അട്ടർ റോങ് ആണ്. ഇടുങ്ങിയ ചിന്താഗതിയുള്ള നീയാണ് ഹ്യൂമാനിറ്റിയെ പറ്റി അവിടെ പോയി ക്ലാസ് എടുക്കുന്നത്. നീ ആരാണ് ഹ്യൂമാനിറ്റിയെ പറ്റി ക്ലാസ് എടുക്കാൻ? നിനക്ക് എന്ത് യോഗ്യതയാണ് ഹ്യൂമാനിറ്റിയെ പറ്റി ക്ലാസ് എടുക്കാൻ? നിനക്ക് എന്ത് അവകാശമുണ്ട് ഹ്യൂമാനിറ്റിയെ പറ്റി ക്ലാസ് എടുക്കാൻ? മറ്റുള്ളവരുടെ വീട്ടിൽ ഇരിക്കുന്നവരെ വിമർശിക്കുന്ന, മറ്റുള്ളവരുടെ കുടുംബത്തിൽ ഇരിക്കുന്നവരെ വിമർശിക്കുന്ന നീ വലിയ ഫെമിനിസ്റ്റ് ആണെന്നല്ലേ പറയുന്നത്? അങ്ങനെയാണ് നീ സ്ത്രീകളെ ബഹുമാനിക്കണമല്ലോ. സ്ത്രീകളെ പ്രാകുന്ന, അവരെ തെരുവ് പട്ടിയോട് ഉപമിക്കുന്ന റിയാസ് സലീമാണ് പറയുന്നത് ഹ്യൂമാനിറ്റി. നീ ആരാണ്? നിനക്ക് ആർജവം ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാവുന്നേ, നമുക്ക് സംസാരിക്കാവുന്നേ. നിന്നെ ഞാൻ മുമ്പും വിളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ റിയാസ് സലീമിൻ്റെ വാക്ക് കേട്ടൊന്നും ഇവിടെ ആരും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആരും പേടിക്കുന്നുമില്ല. പിന്നെ റിയാസ് സലീം ഒരു 2 വട്ടം കൂടെ വന്നു കഴിഞ്ഞാൽ, റിയാസ് സലീമിന് ഒരു 2 ദിവസം കൂടെ നിർത്തി കഴിഞ്ഞാൽ ലക്ഷ്മി വിന്നറായിട്ട് ഇറങ്ങി പോരുന്ന സാഹചര്യം ഉണ്ടാകും. എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലക്ഷ്മിയെന്നോ എനിക്ക് ഇന്നയാൾ വിജയിക്കണമെന്നോ ഇന്നയാൾ നോക്കണമെന്നോ ഒന്നും ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷേ റിയാസെ, നീയും നിൻ്റെ ആശയവും പരാജയപ്പെടേണ്ടത് അനിവാര്യതയാണ്. നിന്നെപ്പോലെ സമൂഹത്തിൽ വിഷം കുത്തിവെക്കുന്നവർ പരാജയപ്പെടേണ്ടത് അനിവാര്യതയാണ്. നിന്നെപ്പോലെ സമൂഹത്തെ മലിനസപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെടേണ്ടത് അനിവാര്യതയാണ്. അപ്പോൾ റിയാസ്, ഇനിയുള്ള കളി നിനക്കെതിരെയുള്ള കളിയാണ്. നിൻ്റെ ആശയത്തിനെതിരെയുള്ള പോരാട്ടമാണ്. നമുക്ക് ഒന്നിച്ച് തന്നെ ഇനിയും മുതൽ ഈ ഷോയുടെ റിവ്യൂ, ബിഗ് ബോസിൻ്റെ അഭിപ്രായം, കാരണം ഒരാശയം പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരാളെ ഒറ്റപ്പെടുത്തുന്ന കാര്യമൊന്നും ആവശ്യമില്ല. പിന്നെ ബിഗ് ബോസ് പോലൊരു ഷോയിൽ ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കണ്ടേ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും. അവിടെ 2 ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ, 2 ആശയത്തെ പ്രതികരിക്കുന്നവരും വരട്ടെ, അവർ തമ്മിൽ സംവദിക്കട്ടെ, അവർ തമ്മിൽ സംസാരിക്കട്ടെ. പൊതുജനത്തിന് എന്താണ് സത്യം, എന്താണ് നന്മ, എന്താണ് റൈറ്റ്, എന്താണ് റോങ് എന്ന് മനസ്സിലാകട്ടെ. അവിടെ ചുമ്മാ ഏകാധിപത്യവും അല്ലെങ്കിൽ ഒരാശയം പറയുന്നവരെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയും മറു ആശയം പറയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംസാരിക്കാൻ അനുവദിക്കാത്തതുമായിട്ടുള്ള സിറ്റുവേഷൻ റൈറ്റ് അല്ല.
രണ്ട് കൂട്ടരും വരട്ടെ, രണ്ട് കൂട്ടരും തമ്മിൽ സംസാരിക്കട്ടെ, ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഏതിനൊപ്പം പോകണമെന്ന് പൊതുജനം തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾ സംസാരിച്ചു, അതിനെ എതിർക്കുന്നവർ നിങ്ങൾ സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള. പക്ഷേ ലക്ഷ്മി എന്ത് സ്ട്രോങ് ആണ് അവർ നിലപാട് പറയാൻ. എത്ര ആർച്ചവത്തോടെയാണ് മോഹൻലാലിനെ പോലെയുള്ള മുഖത്ത് നോക്കിയിട്ട് ഇല്ല എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പോഴും കൂളായിട്ട് നിൽക്കുകയാണ് അവിടെ. റിയാസും ശോഭയും ഷിയാസും ഒക്കെ വന്ന് അവരുടെ അങ്ങേയറ്റം ശ്രമിച്ചിട്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല. ലക്ഷ്മി ഒരു സല്യൂട്ട് അറിയിക്കുന്നു. ഇനി മുതൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. താങ്ക് യു.